നമസ്കാരം. ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ സൂര്യൻ മിഥുനം രാശിയിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം അതായത് മിഥുന മാസം എന്നത് വ്യാഴത്തിൻ്റെ കൂടെ സൂര്യൻ ഗോചരം ചെയ്യുന്നത് കൊണ്ടും കുറച്ച് പ്രത്യേകതയുള്ളതാവാൻ പോവുകയാണ്. അപ്പോൾ തിരുവാതിരയിലൂടെ സൂര്യനും അതുപോലെ വ്യാഴവും ഒരുമിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു ചെറുതായിട്ടൊരു ഫലത്തെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ സൂര്യൻ എന്നൊരു ഗ്രഹം എന്താണ് ഈ ഒരു മിഥുന മാസത്തിൽ നമുക്ക് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണണം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു മിഥുനം രാശിയിൽ സൂര്യൻ വ്യാഴത്തോടൊപ്പം ഗോചരം ചെയ്യുമ്പോൾ പൊതുവേ അത് അവിടെ തിരുവാതിര എന്നൊരു നക്ഷത്രം ഉള്ളത് കൊണ്ട് കുറച്ചൊരു സിറ്റുവേഷൻ കുറച്ച് ഒരു ടഫാകും. അതുമാത്രമല്ല, വ്യാഴം മിഥുനം രാശിയിൽ അത്ര ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു അവസ്ഥയാണ് വ്യാഴത്തിനെപ്പോഴും. ഈ ഒരു മിഥുനം എന്ന് പറയുമ്പോൾ അത് നമ്മളതിനെ മരണകരണ സ്ഥാനം എന്ന് പറയും വ്യാഴത്തിന്, ഈ 3-ാം ഭാവം അല്ലെങ്കിൽ മിഥുനം എന്ന് പറയുമ്പോൾ. പക്ഷേ കലിയുഗത്തിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്കിത് അഡ്വക്കേറ്റ്സിന്, ടീച്ചേഴ്സിന്, ബാങ്കിങ് സെക്ടറിലുള്ളവർക്ക് ഒക്കെ നല്ലതാണ്. അതുപോലെ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അധ്യാപകർ, IT പ്രൊഫഷനിലുള്ളവർ, അവർക്കൊക്കെ നല്ലതാണ്. കൂടാതെ മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നല്ലത് തന്നെയാണ്. രാഹുവിൻ്റെ ഒരു ത്രികോണ സംബന്ധം കൂടിയുള്ളത് കൊണ്ട് കുറേയൊക്കെ ഇത് അധ്വാനത്തിലൂടെ, സെൽഫ് ഇഫേർട്ടിലൂടെ എന്ന് പറയാം, അതിലൂടെ ഫലം തരാൻ സാധ്യതയുള്ളൊരു ഗോചരം തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ഇത് ചില പ്രോമിനൻ്റായിട്ട് ചില ദശകൾ, വൃശ്ചികത്തിലിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദശയാണെങ്കിൽ, വൃശ്ചികത്തിലിരിക്കുന്ന രാഹുവിൻ്റെ ദശ അന്തർദശകളാണെങ്കിൽ, അതുപോലെ വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശി, മകരം ലഗ്നം, മകരം രാശി, അങ്ങനത്തെ ഒരു അതുപോലെ നിങ്ങളുടെ ദശാനാഥന്മാരുമായിട്ട് നല്ല ഒരു ബന്ധത്തിലല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കും, ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത ലഗ്നക്കാർക്കും രാശിക്കാർക്കൊക്കെ കുറച്ച് ടഫാവുകയും ചെയ്യും. പ്രത്യേകിച്ച് വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാർക്ക് ഇത് അഷ്ടമഭാവത്തിൽ വരുന്നത് കൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾക്കും ജ്ഞാനം നേടാനും തന്ത്രമാർഗ്ഗങ്ങളും മന്ത്രജപങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലാണെങ്കിലും കരിയറിലെ ഒരു ഇൻസ്റ്റെബിലിറ്റിയും മേലധികാരിയുമായിട്ട് പെട്ടെന്ന് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതും, അതുപോലെ കുടുംബത്തിലെ ചില ഇഷ്യൂസ് ആണെങ്കിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വ്യാഴവും സൂര്യനും ഒരുമിച്ചുണ്ടാകുമ്പോൾ അത് ജ്ഞാനം നേടാൻ, ആധ്യാത്മിക ജ്ഞാനം നേടാനായാലും റിസർച്ച് ചെയ്ത് പഠിക്കാനാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ്. ഇവിടെ പല കാര്യങ്ങളും ഈഗോ ക്ലാഷസ് മൂലം പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മേലധികാരിയോട്ട് സംസാരിക്കുമ്പോൾ, അതുകൂടാതെ നമുക്കൊരു സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കസിനാണ്, അല്ലെങ്കിൽ അടുപ്പക്കാരനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു കൊലീഗിനെയാണ്, ഇന്നലെ വരെ നിങ്ങളുടെ സുഹൃത്തായിരുന്നു, അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുത്തത്. പക്ഷെ നാളെ ഒരു പ്രൊഫഷണൽ ഒരു ഇത് എന്താ പറയുക, അതിനെ പിടിച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരാൾക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് മകരം ലഗ്നക്കാർക്കൊക്കെ ഇതൊരു എന്താ പറയുക 6-ാം ഭാവത്തിലൊക്കെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നലെ വരെ ഫ്രണ്ട്ലി ആയിട്ടിരുന്ന ആൾ പെട്ടെന്ന് അതൊരു പ്രൊഫഷണൽ ഇഷ്യൂ ആക്കി മാറ്റിയിട്ട് അത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ബുധൻ്റെ രാശിയായതുകൊണ്ട് സിബ്ലിങ്സ്, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, കുട്ടികൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു, വ്യാഴവും തിരുവാതിരയിലൂടെ ഗോചരം, സൂര്യനും വ്യാഴവും തിരുവാതിരയിലൂടെ ഒരുമിച്ചിരിക്കുമ്പോഴും ഒക്കെ അത് കുറച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ഇത് നല്ലതാർക്കാണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ്സിന് കുറേയൊക്കെ, അതായത് പ്രോബ്ലം സോൾവേഴ്സിന് എന്ന് പറയാം, മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന ആൾക്കാർ, ഡോക്ടേഴ്സിന്, ലോയേഴ്സിന്, അതുപോലെ അവിടെ ചൊവ്വയൊക്കെ ഉണ്ടെങ്കിൽ ആർമി, പോലീസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് അവരവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നൊരു സമയമാണ്. പക്ഷേ ഇതൊരു ജനറലി നമ്മളൊരു പുറമേ നിന്ന് ഈ ഒരു ഗോചരത്തെ നോക്കുമ്പോൾ ഇത് എന്താ പറയുക, ഇങ്ങനെ ഇൻഷുറൻസ് സംബന്ധിച്ചിട്ടുള്ള, ഇപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തവണ ആ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടി വരിക, അതുപോലെ ബാങ്കിങ് ഇടപാടുകൾ കൂടുതലായിട്ടും
നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തരും ദശകൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ, ഇപ്പോൾ ധനുലഗ്നക്കാരുടെ ധനുരാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ ഈഗോ ക്ലാഷസ് മൂലം പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുംഭം ലഗ്നം കുംഭം രാശിക്കാരുടെ 5ാം ഭാവത്തിൽ വരികയാണ്. അവിടെയും ഈ ഈഗോ കാരണം ആ ഒരു പ്രണയബന്ധത്തിലൊരു പ്രശ്നം വരാൻ, അതുപോലെ വാക്ക് പാലിക്കാൻ കഴിയാഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായിട്ട് മാറും. നമ്മളൊരു കാര്യം നേരത്തെ പറഞ്ഞു വെച്ചിട്ട് അത് പ്രോമിസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇത് തന്നെയാണ് സന്താനങ്ങളോടും, ഇത് തന്നെയാണ് കുംഭം ലഗ്നക്കാരുടെ കുംഭം രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും. അപ്പോൾ ഇങ്ങനെ കുറച്ച് അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാശികളിൽ നിങ്ങളുടെ ദശാനാഥൻ ഇരിക്കുകയാണെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രധാനമായിട്ടും സൂര്യൻ ഇവിടെ മിഥുനത്തിൽ വരുമ്പോൾ അത് രാഹുവുമായിട്ട് ത്രികോണ സംബന്ധം, വ്യാഴത്തിൻ്റെ കൂടെയുള്ള ഗോചരം ഒക്കെ നോക്കുകയാണെങ്കിലും, മാത്രമല്ല ഈ സൂര്യനിൽ നിന്ന് 10ാം ഭാവത്തിൽ ശനിയുടെ ഗോചരം ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോഴും നമ്മൾ ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, ഒരു കമ്പനിയുടെ മേലധികാരിയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അല്ലെങ്കിൽ സമൂഹവുമായി ഇടപെടുന്ന ഒരാളാണ്, ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോഴൊക്കെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും, അതുപോലെ പത്രപ്രവർത്തകരൊക്കെ ആണെങ്കിലും നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തമായ തെളിവുകളുണ്ടോ, പലതും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ നോക്കൂ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും ഭയക്കേണ്ടതില്ല. ഈ സൂര്യനിൽ നിന്ന് 10ാം ഭാവത്തിൽ ശനി ഇരിക്കുന്നത് കൊണ്ടും, സൂര്യൻ എപ്പോഴും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ഗ്രഹമായതുകൊണ്ടും, വ്യാഴത്തിൻ്റെ കൂടെ ആയതുകൊണ്ടും സത്യം ജയിക്കും. പക്ഷെ താൽക്കാലികമായിട്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് കരുതിയിരിക്കണം. ഇത് മിഥുനത്തിലായതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷനുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. അതായത് നമ്മുടെ സംസാരത്തിന് ഒരുപാട് മറ്റുള്ളവരിൽ പ്രഭാവം ചെലുത്താനും കഴിയും, മറ്റുള്ളവരിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാനും കഴിയും. അപ്പോൾ പലപ്പോഴും ഒരു റിബലായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ തിരുവാതിര എന്നൊരു നക്ഷത്രമുള്ളതുകൊണ്ട് ആ ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു രീതിക്ക് പോവാതെ ചില കാര്യങ്ങൾ വേറൊരു വഴിക്ക് ചിന്തിക്കാം, എന്നിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ളൊരു ടെൻഡൻസിയെയും കാണിക്കുന്നു. അപ്പോൾ ഇതൊരു പവർ സ്ട്രഗിളും തരും. ഈ വ്യാഴത്തിൻ്റെ കൂടെ സൂര്യൻ ഇരിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് അവിടെ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ വരുമ്പോൾ, മാനേജറിയൽ പോസ്റ്റുകളിലിരിക്കുന്നവരും, അതായത് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, ലീഡേഴ്സിൻ്റെ ഇടയിലൊരു ഇത് വരും. എന്താ പറയുക, ആരാണ് പൊസിഷനിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് കേമൻ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ഇത് കമ്പനികളിലായാലും ജോലി സ്ഥലത്താണെങ്കിലും എല്ലായിടത്തും ഇത് ബാധിക്കുന്നതാണ്. പലതും ഇവർ രണ്ടുപേരും തിരുവാതിരയിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു മിഥുന മാസത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, അവിടെ സൂര്യനിൽ നിന്ന് 10ാം ഭാവത്തിൽ ശനി ഇരിക്കുന്നത് കൊണ്ടും, സൂര്യൻ്റെ 7ാമത്തെ ദൃഷ്ടി ധനുവിലേക്ക്, ധാർമ്മികതയുടെ രാശിയിലേക്ക്, എന്നിട്ട് ആ രാശ്യാധിപൻ കൂടെ ഇരിക്കുന്നതുകൊണ്ടൊക്കെ രാഹുവുമായി ത്രികോണ സംബന്ധം വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും. പിന്നെ സൂര്യൻ്റെ രാശിയിൽ അവിടെ കേതു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴും പലരും ഈ ഒരു മാസം, മിഥുന മാസം എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ അന്തർദശ കാലങ്ങൾക്കനുസരിച്ചിട്ട് ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. പലർക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. അതായത് തീരുമാനങ്ങൾ എന്നത് ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതിനെ പറ്റിയായിരിക്കാം. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ ഇപ്പം നിർത്തണം എന്നുള്ളൊരു തോന്നലില്ലേ, അത് വരുന്ന ഒരു സമയമാണ്. അതായത് ഈ വ്യക്തിയെ സഹിച്ചത് മതി, അല്ലെങ്കിൽ അതായത് ആ ഒരു രാഹുവിൻ്റെ എനർജിയാണത്. രാഹു അവിടെ കുംഭത്തിൽ സ്വരാശിയിൽ ഗോചരം ചെയ്തിട്ട് ത്രികോണ സംബന്ധം വഹിച്ചിട്ട് രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സൂര്യൻ പോകുമ്പോൾ, അത് പ്രത്യേകിച്ചും സൂര്യൻ സ്വന്തം രാശിയിൽ നിന്ന് 11ാമതായിട്ടാണ്, ചിങ്ങത്തിൽ നിന്ന് 11ാമതായിട്ടാണ് ഗോചരം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴും അത് മിഥുനമായതുകൊണ്ടും ഇനി ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പലരും ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും, ബ്രേക്കപ്പിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും. ചില കോഴ്സസ് അത് തുടരണമോ വേണ്ടയോ, അതായത് നേരത്തെ പ്ലാൻ ചെയ്തൊരു കോഴ്സായിരിക്കില്ല വേറൊരു കോഴ്സിന് ചേരാനായിട്ട്, അതായത് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്കൊക്കെയാണ് ഇത് അഷ്ടമത്തിൽ വന്നിട്ട് ഇവരുടെ 10ാം ഭാവത്തിൽ കേതു കൂടി ഗോചരം ചെയ്യുന്നതുകൊണ്ട് അവർ ഈ ഒരു ടൈം എന്നത്, ഈ ഒരു മിഥുന മാസം തൊട്ട് അങ്ങോട്ടുള്ള സമയം എന്നത്, അതായത് മിഥുനം കർക്കിടകം ചിങ്ങം, പിന്നെ ചിങ്ങത്തിലേക്ക് സൂര്യൻ വരും,
അപ്പോൾ ആ ഒരു ടൈം വരെയുള്ളത് ഈ ഒരു 3 മാസം എന്നത് വളരെ ക്രിട്ടിക്കലാണ്. നിങ്ങൾ ഏത് ദശയിലൂടെ കടന്നു പോയാലും ഇവിടെ വൃശ്ചികം ലഗ്നക്കാർ, പ്രത്യേകിച്ചും വൃശ്ചികം രാശിക്കാർ, ഇവർക്ക് ദശാനാഥൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ കരിയറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ ഒരു താമസ സ്ഥലം, അമ്മയുമായിട്ടുള്ള ബന്ധം, ഒന്ന് പറയാനുള്ളത് കൂടുതൽ അറ്റാച്ച്മെൻ്റ് എന്നത് ഇങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ട് കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട. ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതായത് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം ചിലപ്പോൾ ഡിസിഷൻ എടുക്കുന്നത്, ചിലപ്പോൾ സങ്കടം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ അത് ഭാവിയെ എങ്ങനെ ബാധിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അത് കരിയറിൻ്റെ കാര്യമാകുമ്പോൾ നമ്മുടെ നിത്യ വരുമാനം എന്നൊരു കാര്യം, ഫാമിലിയൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത എന്തായാലും വരണം. പെട്ടെന്ന് എടുത്തു ചാടി നമ്മളൊരു ജോലി അവസാനിപ്പിക്കുമ്പോഴും, അതുപോലെ പുതിയതായിട്ട് ജോലി, ഈ ഒരു കേതുവിൻ്റെ ഈ ഒരു ഗോചരം എന്നത്, അതായത് ഈ ഒരു സൂര്യൻ മിഥുനത്തിൽ വന്നിട്ട് സൂര്യൻ്റെ രാശിയിൽ കേതു ഇരിക്കുമ്പോൾ അത് ഒരു ഫ്രഷ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുത്തരാനുള്ള എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട്. ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഒരു, അതായത് ഒന്നിൻ്റെ അഷ്ടമം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മരണം, മറ്റൊന്നിൻ്റെ ആരംഭം, മറ്റൊന്നിൻ്റെ ജനനം. അതായത് ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്ന് ആരംഭിക്കുന്നു. അങ്ങനെ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ട് ആ വ്യക്തിക്ക് വേറൊരു അവസരം കിട്ടുന്നു. ആ അവസരം ചിലപ്പോൾ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല കൊടുക്കുന്നത്, എന്നാലും മറ്റൊരു ഫീൽഡിലേക്ക്, മറ്റൊരു റോളിലേക്ക്, മറ്റൊരു ജോലി കിട്ടാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ വൃശ്ചികം ലഗ്നക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഫീൽഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ച് ബോണ്ടൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പൊതുവേ ഈ ഒരു ഗോചരം എന്നത് എല്ലാവരെയും സംബന്ധിച്ചിട്ട് ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ വിദേശത്ത് യാത്ര ചെയ്യാനും, അതുപോലെ പുതിയ അവസരങ്ങൾ, ശുഭഗ്രഹങ്ങൾ വ്യാഴം അവിടെ ഇരിക്കുന്നതുകൊണ്ടും ബുധൻ്റെ രാശിയിൽ ഇരിക്കുന്നതുകൊണ്ടും പുതിയ അവസരങ്ങൾ, പ്രത്യേകിച്ച് അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT, സോഫ്റ്റ്വെയർ, അതുപോലെ ടെക്നിക്കൽ ഫീൽഡ് മൊത്തത്തിൽ, അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, സിനിമ, മീഡിയ, പത്രപ്രവർത്തനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്റ്റാർട്ടപ്പ്. പ്രത്യേകിച്ച് ഇവിടെ രാഹുവിൻ്റെ ഒരു പൊസിഷൻ, രാഹുവും സൂര്യനും അതുപോലെ വ്യാഴവുമായിട്ടുള്ള ഒരു ബന്ധവും, സൂര്യൻ്റെ ഒരു കൺജങ്ഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്നവർക്കും അവസരങ്ങൾ ഒരുപാട് കൊടുക്കുന്നതാണ്. അതിനെ നമ്മുടെ ദശാകാലങ്ങൾ നല്ലതാകുമ്പോഴാണ് നമുക്കത് പോസിറ്റീവായിട്ട് വരുന്നത്. അതേസമയം ഈ സൂര്യൻ്റേതായിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു കോപമോ ഒരു ഈഗോയോ കാരണം എന്തെങ്കിലും പ്രശ്നം, പിതാവുമായിട്ട് കലഹം, അതുപോലെ മേലധികാരിയുമായിട്ട് കലഹം, എടുത്തുചാടി ജോലി ഉപേക്ഷിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ടിട്ട് അതിന് അഭിപ്രായം എടുക്കുകയും പരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അത് ചെയ്യുകയും വേണ്ടതാണ്. അപ്പോൾ ഇതൊരു ജനറലായിട്ടുള്ള ഒരു ഐഡിയ ആണ് മിഥുന മാസത്തെ പറ്റി. നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, ദശാനാഥനിൽ നിന്ന് ഈ ഗോചരം എവിടെ നടക്കുന്നു, നമ്മുടെ ദശ അന്തർദശ കാലങ്ങൾ, ഇതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. ഇത് ജനറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്, കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓം നമഃ ശിവായ.